ഔട്ട്ഡോർ അഡ്വർടൈസിങ് ഇൻഡസ്ട്രി ആയിട്ട് വളരെ കണക്റ്റഡ് ആയിട്ട് പോകുന്ന ഇൻഡസ്ട്രിയാണ് പ്രിൻറ്റിങ് ഇൻഡസ്ട്രി. ഇപ്പം അതുപോലെ ഇപ്പം എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള മെറ്റീരിയൽസ് അങ്ങനെയൊക്കെ ഇങ്ങനെ പത്രത്തിൽ നമ്മൾ പലതും കേൾക്കാറുണ്ട്, കോടതിയുടെ ഇടപെടൽ വരാറുണ്ട്. അപ്പം ശരിക്കും ക്ലയൻറ്റിന് ഇതൊക്കെ കാണുമ്പം ഭയങ്കര കൺഫ്യൂഷനാണ്. എന്താണ് അതിനെക്കുറിച്ച് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് രാജേഷേട്ടന്? മുൻപ് നമ്മൾ യൂസ് ചെയ്തിരുന്നത് പോളി വിനൈൽ ക്ലോറൈഡ് ആയിരുന്നു. അത് ആയിരുന്നു കഴിഞ്ഞ 25 വർഷമായിട്ട് യൂസ് ചെയ്തിരുന്നത്. കഴിഞ്ഞ ഒരു 5 കൊല്ലം മുമ്പ് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ റെഗുലേഷൻസിന് പ്രകാരം കേരളം അത് അഡാപ്റ്റ് ചെയ്യുകയും അതിനെ PVC ബേസ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽസിനെ നിരോധിക്കുകയും ചെയ്തു. അവരതിനുശേഷം പറഞ്ഞത് നിങ്ങൾക്ക് കോട്ടൺ യൂസ് ചെയ്തിട്ട് 100% കോട്ടൺ യൂസ് ചെയ്തിട്ടുള്ള ഡിസ്പ്ലേ മെറ്റീരിയൽസ് യൂസ് ചെയ്യാമെന്ന് പറയും. അതിൻ്റെ ഒപ്പം തന്നെ പോളി എത്തിലീൻ ബേസ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ മെറ്റീരിയൽ യൂസ് ചെയ്യാമെന്നും പറഞ്ഞു. അതിന് ബേസിൽ ഇപ്പോൾ ഞങ്ങളുടെ കേരളത്തിലുള്ള മെമ്പേഴ്സ് എല്ലാം തന്നെ ഈ 2 മെറ്റീരിയൽസാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ മെറ്റീരിയൽസിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളിത് ജനകീയമായില്ലെങ്കിൽ തുടക്കകാലത്ത് ഞങ്ങൾ വലിയ റേറ്റിൽ ഞങ്ങൾ വളരെ സ്ട്രഗിൾ ചെയ്തിരുന്നു. കാരണം വെച്ചാൽ പോളി വിനൈൽ ക്ലോറൈഡിൻ്റെ മെറ്റീരിയൽസ് കിട്ടിയിരുന്ന റേറ്റിൻ്റെ ഇരട്ടിയോളം ഞങ്ങൾക്ക് പോളി എത്തിലീൻ യൂസ് ചെയ്യുമ്പോൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ജനകീയമായി തുടങ്ങിയോട് റേറ്റ്സ് താന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റേതായ ഞങ്ങൾക്ക് ബിസിനസ്സിനകത്ത് കുറച്ച് ബഡ്ജറ്റ് ഇഷ്യൂസൊക്കെ വരുന്നുണ്ടെങ്കിലും ഞങ്ങൾ ഇൻ ഫ്യൂച്ചർ വി ഫോർസ് യു ടു ഓവർകം ഇറ്റ്. കാരണം ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പലരും ഇപ്പോഴും അത് പോളി വിനൈൽ ക്ലോറൈഡിൻ്റെ സാധനങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ഞങ്ങളുടെ അസോസിയേഷൻ അംഗങ്ങൾ ആരും തന്നെ ഇത് യൂസ് ചെയ്യുന്നില്ല. ഒരുപക്ഷെ അത് ക്ലയൻറ്റ്സ് നേരിട്ട് തന്നെ അടിച്ചു കൊടുക്കുന്ന ചില മെറ്റീരിയൽസൊക്കെ ആയിരിക്കാം. പക്ഷേ ഞങ്ങളുടെ ഒരു മെമ്പറിൻ്റെ ബോർഡിൽ അങ്ങനെ ഒരു ബോർഡ് കയറുന്നതായിട്ട് ഞങ്ങളുടെ അറിവിലില്ല. ഞങ്ങളത് സമ്മതിക്കുകയുമില്ല.